മുസ്ലിം സമുദായത്തിനും സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കുമെതിരെ വംശീയ അധിക്ഷേപം. മുസ്ലിങ്ങൾ കള്ളക്കടത്തുകാരും മയക്കുമരുന്ന് കച്ചവടക്കാരുമെന്ന വിധത്തിൽ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ നീക്കം. സോഷ്യൽ മീഡിയ വഴി വംശീയ അധിക്ഷേപ പോസ്റ്റുകൾ പ്രചരിപ്പിച്ച ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. വംശീയ അധിക്ഷേപത്തിനെതിരെ പ്രതിഷേധം ശക്തം. വംശീയ അധിക്ഷേപം നടത്തിയെന്ന പരാതിയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബുവിനെതിരെ കേസ്. മുസ്ലിം സമുദായത്തിനും സമസ്ത അടക്കമുള്ള സാമുദായിക സംഘടനകൾക്കുമെതിരെ വംശീയ അധിക്ഷേപം നടത്തിയെന്ന പരാതിയിലാണ് RV ബാബുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം തൃക്കാക്കര പോലീസ് കേസെടുത്തത്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ രൂക്ഷഭാഷയിലാണ് RV ബാബു അധിക്ഷേപിച്ചത്. യുവതലമുറയെ പിടികൂടുന്ന മയക്കുമരുന്ന് വാഴ്ചയെക്കുറിച്ചും അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചിരുന്നു. അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ബാബു ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കടന്നാക്രമിച്ചത്. മയക്കുമരുന്നായാലും തീവ്രവാദമായാലും ഞമ്മന്റെ ആൾക്കാരറിയാതെ ഇവിടെ ഒന്നും നടക്കില്ല എന്നാണ് നാട്ടുകാരുടെ അനുഭവമെന്നും ബാബു വിമർശിച്ചു. സമസ്തയുടെ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ തന്നെ ഓപ്പറേഷൻ തൂഫാന്റെ പ്രചരണാർത്ഥം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂട്ടുപിടിച്ചത് നന്നായി. കള്ളക്കടത്തും മയക്കുമരുന്ന് വിതരണവും നടത്തുന്നത് മുസ്ലിങ്ങളാണെന്നും ബാബു പരോക്ഷമായി ആക്ഷേപിച്ചിരുന്നു. ഇതര സമുദായ നേതാക്കളെക്കാൾ ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത് സമസ്ത നേതാക്കളും കൂട്ടരുമാണ്. ഈ വിധത്തിലാണ് RV ബാബു സമസ്തയെയും അതിന്റെ നേതാക്കളെയും അധിക്ഷേപിക്കാൻ ശ്രമിച്ചത്. സംസ്ഥാനത്ത് മയക്കുമരുന്ന് വ്യാപകമായി വിപണനം നടത്തുന്നവരും കള്ളക്കടത്തിലൂടെ കേരളത്തിലേക്ക് എത്തിക്കുന്നതും തങ്ങളുടെ തന്നെ സമുദായത്തിൽപ്പെട്ടവരാണെന്നത് മുസ്ലിം സമുദായത്തിന് തന്നെ നാണക്കേടാണെന്ന വിധത്തിലും RV ബാബു മുസ്ലിം സമുദായ നേതാക്കളെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. കൂടാതെ സോഷ്യൽ മീഡിയ വഴി അത്യന്തം ആപത്കരമായ ഒട്ടേറെ വ്യാജ പോസ്റ്ററുകളും ഹിന്ദു ഐക്യവേദി പ്രചരിപ്പിച്ചിരുന്നു. ഇതുവഴി സൗഹാർദ്ദത്തിലായിരുന്ന വിവിധ മതസംഘടനകളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് നേട്ടം കൊയ്യാനാണ് ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രമിച്ചതെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത്. ഇതിനെതിരെയാണ് PDP കേന്ദ്ര കമ്മിറ്റി അംഗം അഷ്റഫ് വാഴക്കാല തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ RV ബാബുവിനെതിരെ കോടതി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സമാധാനം നിലനിൽക്കുന്ന കേരള സംസ്ഥാനത്ത് അന്യമത വിദ്വേഷമുണ്ടാകുന്ന വിധത്തിൽ വിഷം നിറഞ്ഞ പരാമർശങ്ങൾ നടത്തി സമാധാനം നിറഞ്ഞ സാമൂഹിക അന്തരീക്ഷം തകർക്കാനുള്ള നീക്കമാണ് ഹിന്ദു ഐക്യവേദി നേതാക്കൾ നടത്തുന്നതെന്ന ആരോപണമാണ് പരാതിക്കാരൻ ഉയർത്തിയിരിക്കുന്നത്. സമാധാന പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായി നേതൃത്വം നൽകിയിട്ടുള്ള പാരമ്പര്യമാണ് സമസ്തയ്ക്കുള്ളത്. ആ വിധത്തിൽ സമസ്തയ്ക്ക് നേതൃത്വം നൽകുന്ന ജിഫ്രി തങ്ങൾക്കെതിരെ അധിക്ഷേപം ഉയർത്തിയതിൽ കക്ഷിരാഷ്ട്രീയ വ്യത്യാസമെന്നേ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുസ്ലിങ്ങൾ ലഹരി വിഷയത്തിൽ ധാരാളമായി ഇടപെടുന്നുവെന്നും ധാർമ്മിക ബോധമില്ലാതെ പെരുമാറുകയും ചെയ്യുന്നവർ മുസ്ലിം സമുദായത്തിൽ ഏറിവരികയാണെന്നും മുൻ മന്ത്രി KT ജലീൽ പ്രസംഗിച്ചിരുന്നുവെന്നും അതിനെ അടിസ്ഥാനമാക്കിയാണ് താൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതെന്നുമാണ് RV ബാബുവിന്റെ വിശദീകരണം. മതസ്പർദ്ധയും സാമുദായിക കലാപവും സൃഷ്ടിക്കുന്ന വിധത്തിൽ ഹിന്ദു ഐക്യവേദി നേതാവ് നടത്തിയ പ്രതികരണങ്ങളും തുടർ സംഭവ വികാസങ്ങളും വൻ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. അനവസരത്തിൽ ജിഫ്രി തങ്ങളെ ഈ വിധത്തിൽ അധിക്ഷേപിച്ചതിനെതിരെ സമസ്ത അണികളിലും വലിയ പ്രതിഷേധമാണ് ഇരമ്പുന്നത്. എന്തുതന്നെയായാലും ഈ വിഷയത്തിൽ നീതിപീഠം എന്ത് സമീപനം കൈക്കൊള്ളുമെന്നാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്.